തന്റെയും മകളുടെയും ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച യുവാവിനെ പിടികൂടിയ തിരുവനന്തപുരം സൈബർ പോലീസിന് നന്ദി പറഞ്ഞ് നടി പ്രവീണ. പരാതി നൽകി 1 വർഷത്തിലേറെ ആയിട്ടും പ്രതിയുടെ അറസ്റ്റ് നീണ്ടുപോയതിൽ ആശങ്കയുണ്ടായിരുന്നു. സുരേഷ് ഗോപി വഴി പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകിയതോടെയാണ് പ്രതിയുടെ അറസ്റ്റ് വേഗത്തിലായത്. ചിലപ്പം നമുക്ക് ഉണ്ടല്ലോ, ഒരു കുറ്റവാളിയെ പിടിക്കാൻ ഈസി ആയിട്ട് പറ്റും, പക്ഷേ പിടിക്കാൻ പറ്റില്ല എന്ന് പറയില്ലേ, അതേപോലത്തെ ഒരു അവസ്ഥയായിരുന്നു. കാരണം ഏറ്റവും പ്രയാസമായിട്ട് നമ്മുടെ പോലീസിനുണ്ടായിരുന്നത് അവൻ കേരളത്തിലല്ല എന്നുള്ളതാണ്. കേരളത്തിന് വെളിയിലാണ്, വേറെ ഡൽഹിയിലാണ് ഈ ചെറുക്കൻ, ഈ പയ്യനുള്ളത്. സുരേഷ് ഗോപിയായിട്ട് പിന്നെ കല്യാണത്തിന് എന്നെ വിളിച്ചപ്പം ഞാൻ ഇങ്ങനെ ചേട്ടനോട് ഇങ്ങനെ ഒരു വിഷമം പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, നമുക്കൊന്ന് PM ഓഫീസിലൊന്ന് കൊടുത്തു നോക്കാം, നിൻ്റെ പരാതി ഒന്ന് എഴുതി തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ജസ്റ്റ് അന്നേരം തന്നെ ടൈപ്പ് ചെയ്തു മാറ്റർ, സുരേഷ് ഏട്ടൻ അയച്ചു കൊടുത്തു. സുരേഷ് ഏട്ടൻ PM ഓഫീസിൽ കൊടുത്തത് മിനിഞ്ഞാന്നിൻ്റെ ഇന്നലെയാണ്, രാത്രിയിലിരുന്നാണ് പുള്ളി തന്നെ ടൈപ്പ് ചെയ്ത് അയച്ചു കൊടുക്കുമായിരുന്നു. അപ്പം അങ്ങനെ വന്നതായിരിക്കാം എന്ന് ഞാൻ തോന്നുന്നു. അതുമാത്രമല്ല, ഇവരും ഒരുപാട് പരിശ്രമിച്ചിരുന്നു, കേരള പോലീസും ഒരുപാട് ശ്രമിച്ചിരുന്നു. അവരാണല്ലോ അറസ്റ്റ് ചെയ്തത്. അപ്പം ക്രെഡിറ്റ് കൂടുതൽ അവർക്കാണ് പോകുന്നത്. ഒരു പ്രതിഷേധം ഉണ്ട് മനസ്സിനകത്ത്. പ്രതിഷേധമല്ല, സങ്കടമാണ്, വിഷമമാണ്. എന്തുകൊണ്ട് ഇവനെ അറസ്റ്റ് ചെയ്യുന്നില്ല? അപ്പം ഞാൻ നോക്കുമ്പം ഇതുപോലെ തന്നെ അവർ പറയുന്ന, മാഡം ഒരുപാട് കേസുകൾ ഇതുപോലെ വരികയാണ്, 100 കണക്കിന് 1000 കണക്കിനാണ് കേസുകൾ കെട്ടിക്കിടക്കുന്നത് നമ്മുടെ സൈബർ കുറ്റകൃത്യങ്ങൾ. തുടർ നടപടി എന്താണെന്നാണ് വക്കീൽ അല്ലെങ്കിൽ കോടതി അങ്ങനെ അറിയിച്ചിട്ടുള്ളത്? ഉദ്യോഗസ്ഥർ അങ്ങനെ അറിയിച്ചു? എന്തായാലും പെട്ടെന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നു. എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. എത്തിയിട്ടുണ്ട്. ഞാൻ ശ്രീകാന്ത് മിശ്ര സാറുമായിട്ട് സംസാരിച്ചു. അവനെ കഴിഞ്ഞ ദിവസം തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരും ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ, അവനെ അറസ്റ്റ് ചെയ്യാനൊക്കെ ഒത്തിരി പ്രയാസപ്പെട്ടിട്ടുണ്ട്. വീണ്ടും കോടതിയിലേക്ക് പോയിട്ടുണ്ട്. ഒരു കേസ് കോടതിയിൽ നിൽക്കുകയാണ്. എൻ്റെ കേസ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോയി കോടതിയിൽ നിൽക്കുകയാണ്. ഇതിപ്പോൾ വേറെ കേസുകളാണ്. എൻ്റെ മോള് കൊടുത്തതുണ്ട്, പലരും കൊടുത്തതുണ്ട് ഇവനെതിരെ. അപ്പോൾ അതിൽ ഏത് കേസിലാണ് ഇപ്പോൾ അവനെ അറസ്റ്റ് ചെയ്തതെന്ന് എനിക്കറിയില്ല. അറസ്റ്റ് ചെയ്ത ശേഷം സുരേഷ് ഗോപി സംസാരിച്ചിരുന്നു? സംസാരിച്ചിരുന്നു. സന്തോഷമായില്ലേന്ന് ചോദിച്ചു. ഈ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും അവന് ബെയിൽ കിട്ടാൻ സാധ്യത. ഇതെന്തോ, ഇത് കൂടുതൽ വലിയ കൊലപാതക കുറ്റമൊന്നും അല്ലല്ലോ. അപ്പോൾ പക്ഷെ ആവർത്തിച്ചുള്ള കുറ്റകൃത്യം ആയതുകൊണ്ട് തന്നെ കുറ്റകൃത്യം ആയതുകൊണ്ട് അവന് ബെയിൽ കിട്ടും. അതിപ്പം അവൻ്റെ വക്കീൽ, ആ പയ്യൻ്റെ വക്കീൽ പോയിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് ബെയിൽ എടുക്കാനൊക്കെ. അറിയില്ല, കിട്ടിയാലും പോയി അടുത്ത ദിവസം വീണ്ടും തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അത് ആ ഒരു ടൈപ്പ് ഓഫ് മെൻറ്റാലിറ്റിയാണ് അതിന്.